പാഠം 252. വേലിയിലിരുന്ന പാമ്പ്. ആഹാ, ഇതുവരെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റില്ലേ? സാധാരണ വരാന്തലിരുന്നായിരുന്നല്ലോ പത്രവാരണം, അതിങ്ങോട്ട് മാറ്റിയോ? പിടികിട്ടി. വരാന്തയിൽ ഇന്നലത്തെ പ്രേതോങ്ങാനം ഉണ്ടാവുമെന്ന് ഓർത്തിട്ടാണോ? ഇതെന്തൊരു പേടിയാ മോഹനേട്ടാ. പകലും പ്രേതം വരുമോ? ഒരു അവതാർക്കും പറ്റും, അതിങ്ങനെ വിസ്തരിക്കാനൊന്നുമില്ല. പത്രത്തിൽ എന്തെങ്കിലും പ്രേത വാർത്തയുണ്ടോ? എവിടെയെങ്കിലും ആരെങ്കിലും പ്രേതം പിടിച്ചെന്നോ ചോര കുടിച്ചെന്നോ മറ്റോ? ഞാൻ അത് ആലോചിക്കുന്നത്. ഇക്കാലത്തിനിടയ്ക്ക് കുടുംബത്തിൽ പറഞ്ഞ ഒരു പത്രത്തിലും ഒരു പ്രേതത്തിനെ പറ്റിയും വാർത്ത കണ്ടിട്ടില്ല. കൊലപാതകങ്ങളുടെ, അപകട മരണങ്ങളുടെയും ആത്മഹത്യകളെ പറ്റിയും ദിവസം പ്രതി വായിക്കും. വണ്ടിയിടിച്ചു മരിച്ചു, തെങ്ങിൽ നിന്ന് വീണ് മരിച്ചു, കുത്തിക്കൊന്നു, കെട്ടിത്തൂങ്ങി മരിച്ചു, ഇതൊക്കെയാണ് പത്രത്തിൽ വരുന്നത്. ഇന്നലെ വൈകിട്ട് സെക്കൻഡ് ഷോ കഴിഞ്ഞ് മടങ്ങി വരുന്ന ആളെ വഴിയിൽ വെച്ച് യക്ഷി പിടിച്ച് ചോര കുടിച്ചു എന്ന് മാത്രം വാർത്ത ഞാൻ പത്രത്തിൽ കണ്ടിട്ടില്ല. അതെന്തായിരിക്കും മോനയുടെ കാരണം? ഒന്നെങ്കിൽ പ്രേതം ആരെയും കൊല്ലുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രേതത്തിന് പോലീസിലായിരിക്കും പണി. പോലീസുകാർ ഇത്തരം മരണം ആത്മഹത്യയാക്കി മാറ്റുന്നതായിരിക്കും. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? പ്രേതം ഇല്ലെന്നാണോ? പ്രേതമുണ്ട്. ഞങ്ങൾ വക്കീലന്മാരുടെ പോലീസുകാരുടെ ഭാഷയിൽ ശവശരീരത്തിനാണ് പ്രേതം എന്ന് പറയുന്നത്. പ്രേതം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചെന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് നിങ്ങളുടെ പ്രേതം, പക്ഷേ ശരിക്കുള്ള പ്രേതം അതല്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഈ പ്രേതം, ആത്മാവ് എന്നൊക്കെ പറയുന്നത് സത്യമാണ്. ശാസ്ത്രത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത പല പ്രതിഭാസങ്ങളൊന്നാണ് പ്രേതം. കഷ്ടം. പഠിച്ചത് കെമിസ്ട്രി. ശാസ്ത്ര സത്യമേ പറയുമെന്ന് നാഴിക്ക് 40 വട്ടം ആണയിടും. പക്ഷെ അവനവന്റെ കാര്യം വരുമ്പോ ശുദ്ധ അന്ധവിശ്വാസി. എന്റെ മോഹനേട്ടാ, മരിച്ചവരുടെ ആത്മാക്കൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ എത്ര കോടി ആത്മാക്കൾ കാണും? കഴിഞ്ഞ 1,00,000 വർഷം കൊണ്ട് മരിച്ചവരുടെ ആത്മാക്കൾ മുഴുവനും നമ്മളുടെ ഇപ്പൊ കാണില്ലേ? അങ്ങനെ എല്ലാ ആത്മാക്കളും വരണമെന്നില്ല. ദുർമരണം പ്രാപിച്ചവരുടെ ആത്മാക്കളെ അലഞ്ഞു തിരിഞ്ഞു കിടക്കും. അവർക്ക് ഗതി കിട്ടില്ല. ഈ ദുർമരണം എന്ന് പറഞ്ഞാൽ കൊല ചെയ്യപ്പെട്ടവർ. സാധാരണ രീതിയിൽ മരിച്ചവരുടെ ആത്മാക്കൾ പോകുന്നത് സ്വർഗത്തിലേക്കാണ്, അല്ലെങ്കിൽ പുനർജന്മം ലഭിക്കും. പക്ഷേ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കും. യേശുക്രിസ്തു, മഹാത്മാഗാന്ധി, ഇബ്രഹാം ലിങ്കൺ, ചെഗുവേര, സോക്രട്ടീസ്, ഭഗത് സിംഗ്, അങ്ങനെ എത്ര പേരുടെ ആത്മാക്കളാ? കൊല്ലപ്പെട്ട ആൾക്കാരുടെ പേരാ ഞാനീ പറഞ്ഞത്. നീ പറഞ്ഞവരൊക്കെ മഹാന്മാരായിരുന്നു. അവരുടെ ആത്മാക്കൾ അലഞ്ഞു തിരിയില്ല. പിന്നെ ഏതു തരം ആളുകളുടെ ആത്മാക്കളാണ് ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത്? ആ അച്ഛന്റെ കാര്യമാണെങ്കിൽ വേണ്ട, അത് സുഖകരമായിരുന്നു. അച്ഛൻ നേരെ സ്വർഗത്തിൽ പോയി കാണും. നിന്റെ അച്ഛൻ സ്വർഗത്തില്? നീ ഈ സ്വർഗം സ്വർഗം എന്ന വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? കഷ്ടം. മോഹനേട്ടാ, എന്റെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് എല്ലാ തർക്കവും ജയിക്കാമെന്ന ഒരു ധാരണ മോഹനേട്ടനുണ്ട്. ഇത് ഒരു വീടാണ്. ഈ വീട്ടിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു തർക്കമുണ്ടായി തോൽക്കാറാവുമ്പോ മോഹനേട്ടൻ എന്റെ തന്തയ്ക്ക് വിളിച്ച് തർക്കവും ക്ലോസ് ചെയ്യും. പക്ഷെ ഈ തർക്കം അങ്ങനെ തീരില്ല. കാരണം ഇന്നലെ രാത്രി മോഹനേട്ടനെ പറ്റിയ അബദ്ധം നാട്ടുകാരെല്ലാം അറിഞ്ഞു കഴിഞ്ഞല്ലോ. എന്താ ഈ അന്തം വിട്ട് നോക്കുന്നേ? ഇത്രയും വലിയൊരു തമാശ ഒരു വീട്ടുണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ മാത്രം ആസ്വദിച്ചാൽ പോരല്ലോ, നാട്ടുകാരോട് അറിയട്ടെ. അതോടെ വില്ലേജ് ഓഫീസർക്ക് നാട്ടിലൊരു പേരായി. പ്രേതത്തെ കണ്ട് ബോധം കിട്ട വില്ലേജ് ഓഫീസർ, പ്രേതത്തെ കണ്ട് ബോധം കിട്ട വില്ലേജ് ഓഫീസർ എന്ന് മോഹനേട്ടൻ അറിയപ്പെടും. നീ ആരോടാ പറഞ്ഞത്? എനിക്ക് പരിചയമുള്ള 1-2 പേരോട് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ സകലരെയും വിളിച്ചു പറയും. ഈ കാര്യത്തിൽ മോഹനേട്ടൻ എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം മോഹനേട്ടൻ വെളുത്തുള്ളി വാങ്ങാൻ പോയതും നീലാണ്ടൻ മന്ത്രവാദി വിളിച്ചതുമൊക്കെ നാട്ടിലൊക്കെ പാട്ടായി കഴിഞ്ഞല്ലോ. എന്താണ്?
നീ ഇതാരോടും പറയണ്ട. ഇതെന്റെ മാനം പോകുന്ന കേസാ. മാനം ഇങ്ങനെ പോവും മോഹനേട്ടാ. പ്രേതം ഉണ്ടായെന്ന് മോഹനേട്ടൻ ഉറച്ചു വിശ്വസിക്കല്ലേ? അപ്പോ അങ്ങനെ ഒരു പ്രേതത്തെ നേരിട്ട് കണ്ടു എന്ന് പറയുന്നില്ല എന്തിനാ വിഷമിക്കുന്നത്? അതുകൊണ്ടല്ല, ഞാനൊക്കെ ചെറുപ്പത്തിലേ ആഗ്രഹിക്കുന്ന ഒരു പ്രേതത്തെ നേരിട്ട് കാണണമെന്ന്. ഒരെണ്ണത്തിനെ കണ്ടു, പക്ഷെ ആ പ്രേതം അത്ര പോരാ. പക്ഷെ മോഹനേട്ടൻ ഭാഗ്യവാനാ. നല്ല ഒന്നാം തരം ഒരു പ്രേതത്തിനല്ലേ മോഹനേട്ടൻ കണ്ടത്. ഓടി. ആഹാ, അല്ലെങ്കിൽ വേണ്ട. നമ്മൾ തമ്മിലൊരു തർക്കം ഉണ്ടായി എന്നുള്ളത് സമ്മതിക്കാം. പ്രേതമില്ല നീ പറഞ്ഞു, പ്രേതം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മൾ തമ്മിലുള്ള തർക്കമല്ലേ. അതിലേക്ക് എന്തിനാ മറ്റുള്ളവരെയൊക്കെ വലിച്ചയക്കുന്നത്? ഒരു തർക്കം ഉണ്ടല്ലോ മോഹനേട്ടാ. അപ്പോ നാട്ടുകാരോട് ഇടപെട്ട് ഒരു പരിഹാരം കാണട്ടെ. മോഹനേട്ടാ, മരിച്ചുപോയവർ തിരിച്ചു വരുമെന്ന് പ്രാചീന മനുഷ്യരുടെ ധാരണയായിരുന്നു. അവർ വളർന്നതിനനുസരിച്ച് ആ ധാരണയും വളർന്നു. സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും പ്രേതം എന്നും ഇഷ്ട വിഷയമായിരുന്നു. അവരത്തരം കഥകൾ എഴുതിയത് ആളുകളെ രസിപ്പിക്കാനായിരുന്നു, അല്ലാതെ പ്രേതങ്ങളെ പേടിച്ച് ജീവിക്കാനല്ല. ഈ ഒന്നുമില്ലാതെ ഒരു കഥ ഉണ്ടാവോ? ഈ കഥ എന്ന് പറയുന്നത് മുഴുവൻ ഭാവനയല്ലേ. ഉണ്ടായ സംഭവങ്ങളിൽ കുറച്ച് ഭാവനയുടെ ചേർക്കും. ലോക ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ പ്രേതം ഡ്രാക്കുളയാണ്. റുമാനിയയിലെ ട്രാൻസ്വാനിയയിൽ 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രഭുവായിരുന്നു ഡ്രാക്കുള എന്നും യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ശേഷം അയാൾ തിരിച്ചു വന്നുവെന്നാണ് ബ്രാം സ്റ്റോക്കർ എഴുതിയ കഥ. മോഹനയുടെ ഒരു കാര്യം അറിയോ? ഈ ബ്രാം സ്റ്റോക്കർ റുമാനിയ എന്ന രാജ്യത്ത് പോയിട്ടേ ഇല്ല. അത് മുഴുവൻ അയാളുടെ ഭാവനയായിരുന്നു. ഡ്രാക്കുള എവിടെ? അത് യൂറോപ്പില്. നമ്മുടെ നാട്ടിലെ കാര്യം പറ. നമ്മുടെ നാട്ടിലെന്താ? കള്ളിയങ്കാട്ട് നീലിയാണ് ഏറ്റവും പോപ്പുലർ. രാത്രി നടന്നു പോകുന്ന പുരുഷന്മാരോട് ചുണ്ണാമുണ്ടോ ചേട്ടാ എന്ന് ചോദിക്കുന്ന സുന്ദരിയായ സ്ത്രീ. അത് വെറും ഭാവനയല്ലേ മോഹനേട്ടാ? അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇന്ന് നടന്ന കാര്യങ്ങൾ വേറെ ആരോടും പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു പോയി. ആരോട്? 1 2 3 4 5 6 7 പേരോട് പറഞ്ഞു. അവരാരോടൊക്കെ പറഞ്ഞെന്ന് എനിക്കറിയില്ല. അപ്പൊ തലയിൽ തുണിയിട്ട് പുറത്തിറങ്ങേണ്ടി വരുന്ന ചുരുക്കം. വെറുതെ ഇനിയിപ്പോ എല്ലാരും കളിയാക്കും. പാമ പ്രതികാരം ചെയ്തതാ, എന്താ ചെയ്യുക?